പണി ഇതുവരെ മൊത്തം സ്വന്തമായിരുന്നു? മണ്ണെടുക്കലും കാര്യങ്ങളും എടുക്കലും ഒക്കെ ഞാൻ തന്നെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും? വീട്ടിൽ നിന്ന് ആരുടെ സഹായവും ഇല്ല. സ്വന്തം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. കണ്ണൂർ ജില്ലയിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലും. അവിടെ ബാലകൃഷ്ണനെ കാണാൻ വന്നതാണ്. ബാലകൃഷ്ണനെ 75ാമത്തെ വയസ്സിൽ തനിയെ കിണർ കുഴിച്ചു നിറഞ്ഞിട്ട് കാണാൻ വന്നതാണ്. ബാലകൃഷ്ണ എന്താ പരിപാടി? ഇപ്പം കൃഷിപ്പണിയൊക്കെ കൃഷിയാണ്. ഈ 75ാമത്തെ വയസ്സിൽ തനിയെ കിണർ കുഴിക്കാന്ന് പറഞ്ഞാലേ എന്തായിരുന്നു അതിനുള്ള ഒരു പ്രചോദനം? ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കാലത്ത് മണ്ണിൽ പണിയെടുക്കാൻ ആളെ കിട്ടാൻ വിഷമമാണ്. അതെ. അതുകൊണ്ട് പുതിയ തലമുറക്ക് പ്രയോജനമാവട്ടെ എന്ന് കരുതി ഞാൻ തനിയെ കിണർ കുഴിച്ചു. വെള്ളം കിട്ടിയോ? വെള്ളം കിട്ടി. ഒരു 3 കൊല്ലത്തിലധികം കുഴിച്ച് വെള്ളം കണ്ടു. ബാലകൃഷ്ണൻ ട്രഷറിന്ന് റിട്ടയർഡ് ആയതല്ലേ? അതെ. എവിടെയായിരുന്നു ജോലി? ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തത് കൂത്തുപറമ്പ് ട്രഷറി. 55ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയല്ലേ? റിട്ടയർ 55ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു. ഇപ്പൊ കൃഷിയാണ് മെയിൻ. ഇപ്പം സ്വന്തം വീട്ടുകാര്യങ്ങളും കൃഷിയാണ് മെയിൻ. പൊതുവെ വെള്ളമെല്ലാം പറ്റിയല്ലോ അല്ലെ? വെള്ളം ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ വെള്ളം കിട്ടിക്കഴിഞ്ഞാല് തുടർച്ചയായിട്ട് വെള്ളം നിലനിൽക്കുമല്ലോ അല്ലെ? നിലനിൽക്കും. ഈ കൃഷി ആവശ്യത്തിനാണോ അതോ വീട്ടിലോട്ടാണോ? കൃഷി ആവശ്യത്തിനും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ചില വീടുകളിൽ കിണറിലെ വെള്ളം ചീത്തയാവുന്ന പതിവുണ്ട് ഇവിടെ. സ്വന്തമായിട്ട് കിണർ കുത്തിയപ്പം ഇവിടെ കിണർ കുത്തുന്നവരില്ലേ, അവരുടെ അഭിപ്രായം എന്തായിരുന്നു? നല്ല കാര്യം എന്ന് തന്നെ. അവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ. പണിക്കാരെ കിട്ടാത്തോണ്ട് കിണർ സ്വന്തം കുഴിച്ചാണോ? കിട്ടാതെ പൊതുവെ വിഷമം തന്നെയാണ്. അല്ല, പൊതുവെ എന്റെ ജോലിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. അത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്കിതൊരു ഹോബി പോലെയാണ് ഞാൻ കരുതിയത്. വെറുതെ ഒഴിവ് സമയത്ത് ഒരു സ്ഥാനം നോക്കിയോ അതോ സ്ഥാനമൊന്നും നോക്കിയില്ല. ഇപ്പോൾ ഒരു സൗകര്യമുള്ള സ്ഥലം നോക്കി കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം തുടങ്ങിയതാണ്. ഇനിയപ്പോ ബാക്കിയത് സൈഡ് കെട്ടാനൊക്കെ ഇല്ലേ? കിണർ സൈഡ് കെട്ടാനുണ്ട്. കുറച്ച് താഴാനും ഇല്ലേ കിണർ? ഇനിയൊരു 2 കൊല്ലത്തിലധികം കുഴിക്കാനുണ്ട്. കുഴിച്ചിട്ട് വയലിൻ കരയായതുകൊണ്ട് ഇടിയാൻ സാധ്യതയുണ്ട്. കിണർ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി കുഴിക്കലും കെട്ടലും എല്ലാം ഒരുമിച്ച് വേണം. അപ്പൊ ഇനി പണിക്കാരുടെ ആവശ്യമുണ്ട്. ഇനി എനിക്ക് സ്വന്തമായിട്ട് സാധ്യമല്ല. വെള്ളം കിട്ടുന്നിടം വരെ നമ്മൾ കിട്ടുന്നവരെ ഞാൻ തനിച്ചാണ് ചെയ്തത്. പണി ഇതുവരെ മൊത്തം സ്വന്തമായിരുന്നു? മണ്ണെടുക്കലും കാര്യങ്ങളും എടുക്കലും ഒക്കെ ഞാൻ തന്നെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും? വീട്ടിൽ നിന്ന് ആരുടെ സഹായവും ഇല്ല. സ്വന്തം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. എത്ര നാളായി ഇപ്പൊ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. 2 ആഴ്ച കിണർ കുത്താൻ. അപ്പൊ ഈ മണ്ണ് കാര്യങ്ങളും ചുവന്നിടലും ഞാൻ തന്നെ കൊട്ടയിൽ കോരി ഏണി വഴി കരകത്തിക്കുക. അപ്പൊ ഒരുപാട് സമയം എടുത്തു? ഒരുപാട് സമയം എടുക്കും. ബാലകൃഷ്ണന്റെ പണികൾ മൊത്തമേ പറമ്പിലെ പണികളായാലും അതെ വീട്ടിലാണെങ്കിലും അതെ സ്വന്തമാണ് ചെയ്യാറ് അല്ലേ? അതെ. അപ്പൊ അതുപോലെ തന്നെ കിണറും സ്വന്തം കുത്തി വെള്ളം കിട്ടി. വീട്ടുകാർക്കും അതെ അയൽവക്കത്തുകാർക്കും ഒരുപാട് ഉപകാരമാണ്. പൊതുവെ ബാലകൃഷ്ണന്റെ പണികൾ സ്വന്തമാണ് ചെയ്യാറ് അല്ലെ ബാലകൃഷ്ണ? അതെ. അപ്പൊ തനിയൊരു കിണർ കുത്തി വെള്ളം കിട്ടി. ഇനി ബാക്കി പണികളും കൂടി നടക്കാറുണ്ട് അല്ലെ? കെട്ടാനുണ്ട് അല്ലെ? കല്ലുകൊണ്ട് കെട്ടി കെട്ടാനുണ്ട്. അപ്പൊ ബാക്കി പണികളും ഉഷാറാകട്ടെ. മറ്റുള്ളവരെ സഹായം വേണം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.